വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് സദ്യയിലെ അടുത്ത ഐറ്റമായിട്ടുള്ള ഓലനുമായിട്ടാണ്. ഓലൻ പലതരത്തിൽ ഉണ്ടാക്കും കേട്ടോ. 4 തരത്തിലൊക്കെ ഓലൻ ഉണ്ടാക്കാം. വെറും കുമ്പളങ്ങ മാത്രമായിട്ട്, കുമ്പളങ്ങയും മത്തനും പയറും, മത്തനും വൻപയറും ഒക്കെ ആയിട്ട്. അപ്പൊ അതിലുള്ള 2 ടൈപ്പ് ഓലനാണ് ഞാൻ കാണിക്കുന്നത്. ഓലൻ പൊതുവെ ഉപയോഗിക്കുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓലൻ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ കാളനോ അങ്ങനെ അവിയലോ ആയിട്ടുള്ള വേറെ കുറച്ച് നല്ല ഹാർഡായിട്ടുള്ള ടേസ്റ്റുള്ള കറികൾ കഴിച്ചു കഴിഞ്ഞാൽ, സദ്യയുടെ ഇടയിൽ ഈ ഓലൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിലുള്ള രസമുകളങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എഗെയിൻ നമുക്ക് സദ്യ ഒന്നും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഓലൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ സിമ്പിൾ ഓവലിൻ ഉണ്ടാക്കാനായിട്ട് പച്ചമത്തനാണ് ഇവിടെ എടുക്കുന്നത്. അത് ചതുരത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇങ്ങനെ തിന്നായിട്ട് ഞാൻ ചതുരത്തിൽ കട്ട് ചെയ്തത് ഒരു വലിയ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോളം പച്ചപ്പയറാണ് എടുക്കുന്നത്, അച്ചിങ്ങപ്പയർ എന്ന് പറയുന്നത്. 2 പച്ചമുളക് കീറിയിട്ട്, ഇത് 3 കൂടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഓലനാണ്. പച്ചമത്തൻ ഇട്ടിട്ടുണ്ട്, പച്ചപ്പയർ, പച്ചമുളകും കൂടിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വെള്ളം വളരെ കുറച്ച് വേണ്ടൂ. ഞാൻ 1/4 കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളത്തിൽ ആണ് വേണ്ടത്. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് അടച്ച് വെക്കാം. ഓലൻ എന്ന് പറഞ്ഞാൽ സദ്യയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മറ്റ് കറികൾ കഴിക്കുമ്പോൾ അതിനിടയിൽ ടേസ്റ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കാം. അപ്പം ഇതിനെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് 2 നന്നായി വെന്തിട്ടുണ്ട്. പച്ചമത്തനും പച്ചപ്പയറും വെന്തിട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പച്ചമത്തനായതുകൊണ്ട് വേഗം തന്നെ വേവും. ഇതിലധികം വെള്ളമൊന്നും ഇല്ല ഒരുപാട്. ഇനി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവിടെ ആവാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്യണമെന്ന് മാത്രം. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും സിമ്പിളാണ് ഒരു ഓലൻ ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മുടെ സെർവിങ് ബൗളിലേക്ക് ഞാൻ ഓലനെ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും മിക്കവാറും ആൾക്കാർ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടായിരിക്കും വെക്കുന്നത്. ഇത് തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ഒരു ഓലനാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പം നമ്മുടെ കുമ്പളങ്ങ കൊണ്ടുള്ള ഓലൻ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചതുരത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇളവൻ എന്നൊക്കെ പറയും. അധികം മൂക്കാത്ത കുമ്പളങ്ങയാണ് ഈ ഓലന് നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മത്തനിട്ട് കൊടുക്കാം. അതും ചതുരത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകിനെ നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ വേണം. 2ാം പാലാണ് ഇടുന്നത്. ഇത് വേവുന്നത് തന്നെ തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി നോക്കാം. എനിക്കിതിൽ തേങ്ങാപ്പാൽ പോരാന്ന് തോന്നുന്നു, വേവാനുള്ളതില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ലേശവും കൂടി ഒരു ടേബിൾ സ്പൂണും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുമ്പളങ്ങയിലും മത്തനിലും വെള്ളം ഇറങ്ങും കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മത്തനിലും കുമ്പളങ്ങയും വെള്ളം ഇറങ്ങും. അതുകൊണ്ട് പാലൊഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊഴിക്കൂ, ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം. അതാ കണ്ടോ, തേങ്ങാപ്പാലിൽ വെന്ത പച്ചമുളകും കുമ്പളങ്ങയും മത്തൻ്റെയും മണം നല്ലവണ്ണം വരുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റായി വെന്തിട്ടുണ്ട്. എന്നാൽ ഒട്ടും തന്നെ വെന്തുടഞ്ഞിട്ടുമില്ല. ഇപ്പം ഇത് കറക്റ്റായി വെന്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടി നമുക്കിത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം 1ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരുപാട് പാല് വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഓലൻ റെഡി. ഇതിനി ഒന്ന് തണുക്കും കൂടി വേണം കേട്ടോ. അടച്ചു വെച്ച് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം.
ഇതൊരു 10 മിനിറ്റൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഈ വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ കൂടിയുള്ള നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഓലൻ്റെ. എല്ലാവരും ഇത്തരത്തിലൊന്ന് ഓലൻ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യാനും ബാക്കിയുള്ള റെസിപ്പീസ് ഒന്നും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ.